ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു സ്വീറ്റ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കൗണ്ടർ ടോപ്പിലേക്ക് 250 ഗ്രാം മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 50 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ. നമ്മളിത് സ്വീറ്റ് ബണ്ണായതുകൊണ്ട് തന്നെ നല്ല മധുരം കാണും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 150 ml ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അധികം കട്ടിയായിട്ട് വരാൻ പാടില്ല. ഇത്തിരി നല്ലൊരു സോഫ്റ്റായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 150 160 ml വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബൗളിൻ്റെ അളവാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗൾ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വീതം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴയ്ക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനവിടെ കുറച്ച് വീതം വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇത്തിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അധികം കട്ടിയാവാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ ഞാൻ ഇവിടെ ചേർക്കുന്നത് 25 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്ത വെള്ളം 150 ml വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. ആ ഒരു വെള്ളം മാത്രം വെച്ച് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മൾ ബട്ടറും കൂടി ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോൾ. നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് മാവ് കുഴയ്ക്കുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് നല്ലതായിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്താണ്, ഇത് ശരിയാവുമോ എന്നൊക്കെ. ഒരിക്കലും ഇല്ല കേട്ടോ. നല്ലതുപോലെ കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആവുന്നത് എന്തെന്നറിയാമെന്ന് വെച്ചാൽ ആ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്നൊക്കെ മാവ് നല്ലതുപോലെ വിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ ആവണം. പിന്നെ നിങ്ങൾക്ക് നല്ല ലൂസാണെന്ന് തോന്നിയാൽ നിങ്ങൾ കുറച്ച് മൈദ മാവൊന്ന് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റെങ്കിലും മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാവൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം കുറച്ച് നമ്മൾ ഈ ചെറി പൊടിച്ചത് നമുക്കിതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അധികം കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു 2 സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു കളറ് മാറി അത്ര ഇത് കാണില്ല. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആ മാവ് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒന്ന് മൈദ മാവ് ഒന്ന് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ബണ്ണാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് പരുവാക്കി എടുക്കണം. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രയെങ്കിലും അളവനുസരിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ അളവാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 80 ബോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80-90 എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇത് അളവാണ് അളന്നെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഓരോ ബോൾസ് 90 വെയിറ്റ് വരുന്ന അനുസരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബോൾസ് എല്ലാം ഒന്ന് ആക്കിയ ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് പരത്തി കാണിക്കാം. അതിനുവേണ്ടി ഞാൻ മൈദ മാവ് ഒന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തിയ ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. 4 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റിയ ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടുന്നതിനേക്കാളും എളുപ്പം നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബോൾസ് ഒന്ന് നല്ല പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ഏത് ടിന്നിലാണോ നമ്മൾ വേവിക്കുന്നത് ആ ഒരു ബേസിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഒന്ന് മാവ് കയ്യിൽ തൂറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തതാ ഇതുപോലെ കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം. ആ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു ഉരുട്ടുന്നത് ശരിയായി വന്നില്ലെങ്കിൽ ആ ബോൾസൊക്കെ ഒന്ന് വെടിച്ച് പോവും. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 25-30 മിനിറ്റ് ഒന്ന് ഇത് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. തേങ്ങ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ചെറി ചേർത്ത് കൊടുക്കുക, ചെറി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലേവർ, ഏലക്കയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിരിക്കും. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് ഫില്ലിംഗ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബണ്ണ് നമ്മൾ പരുവാൻ വേണ്ടി വച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ട ഒന്ന് പതപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് നമ്മൾ പതപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് വൃത്തി മിക്സ് ചെയ്തെടുത്തതാണ്. അതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പതുക്കെ എല്ലാ ഭാഗത്തൊന്ന് ആ ഒരു ഇത് നമ്മൾ ആ ഒരു ടിന്നിലൊന്നും ആവാതെ വണ്ണം നമുക്ക് ആ ഒരു മുട്ട എല്ലാ ഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫില്ലിങ് ഒന്ന് പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോൾസിൻ്റെ പുറത്ത് ഇതുപോലെ പുറത്തൊന്നും ആവാത്ത നമുക്കിതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബണ്ണാണ് കേട്ടോ. നമുക്ക് നമ്മൾ ഈ കുഴച്ച് കൂടുതൽ നേരം പരുവാൻ വേണ്ടി വെക്കേണ്ട. നമ്മൾ ബോൾസ് ആക്കിയ ശേഷം ആ ഒരു 30 മിനിറ്റ് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പാട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ആയില്ലെങ്കിൽ നിങ്ങളൊരു 2-3 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ചിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം 150 ഡിഗ്രിയിൽ 20 അല്ലെങ്കിൽ 25 മിനിറ്റിനകത്ത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചൂട് കൂട്ടിയും കണക്കാക്കി കൊടുക്കുക കേട്ടോ. കാരണം 2 കോയിലും കത്തിക്കണം കേട്ടോ. മുകളിലത്തെ താഴത്തെ കോയിൽ നമ്മൾ കത്തിച്ച ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 25 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ എൻ്റെ ആ ബണ്ണ് നല്ലതായിട്ട് വെന്ത് വന്നത്. ഞാൻ തീ കുറച്ച് നമ്മൾ 150 ഡിഗ്രിയിലാണല്ലോ വച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ. അപ്പം ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ. കാരണം നല്ല ചൂടാണിപ്പം. നമ്മൾ തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ബണ്ണാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ മാറിയ ശേഷം നല്ല തണുത്ത ശേഷം ബണ്ണ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ.